ഒരുപാട് ആളുകൾ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് 120 ദിവസം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നത്? ഇത് വളരെ കോസ്റ്റ്ലി അല്ലേ? ഞങ്ങൾക്ക് മെഡിസിനൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഇന്ന് ഗവൺമെൻറ് തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് പ്രമേഹത്തിന് മരുന്ന് സർക്കാർ ആശുപത്രിയിൽ നിന്ന്, ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുമായി പോയാൽ പോരെ? മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രമേഹം എന്ന് പറയുന്നത് നിശബ്ദനായ ഒരു കൊലയാളിയാണ്. നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് ഏതെല്ലാം ഓർഗൻസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ അവിടെയെല്ലാം നാശം വിതയ്ക്കുന്ന ഒരു നിശബ്ദ കൊലയാളിയാണ് പ്രമേഹം. അപ്പോൾ പ്രമേഹം വന്ന ഒരാൾ, ഇപ്പോൾ നമുക്കൊരു ടേബിളിൽ ഒരു പച്ചവെള്ളം വീണാൽ അല്ലെങ്കിൽ വെള്ളം കുറച്ച് വീണാൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ തുടച്ച് കളയാൻ വളരെ ഈസിയാണ് അല്ലേ? എന്നാൽ ഒരു നല്ല മധുരമുള്ള ഒരു കട്ടൻ ചായ പോയിട്ടുണ്ട്, ഒന്ന് ഉണങ്ങിയെന്ന് വിചാരിക്കാം, അത് നമുക്ക് പെട്ടെന്ന് തൂത്ത് കളയാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? പറ്റില്ല. അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ രക്തക്കുഴലുകളിലൂടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ അതിനൊഴുകാൻ പറ്റില്ല, ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ആ രക്തം ഒഴുകുന്ന ആ രക്തക്കുഴലുകൾ, അതായത് ഇപ്പോൾ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലാണ് അതേപോലെ ബുദ്ധിമുട്ട് വന്നതെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകും. കിഡ്നിക്ക് പോകുന്ന രക്തക്കുഴലാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കും. അതേപോലെ തന്നെ ലിവറിലേക്കാണ് വരുന്നതെങ്കിൽ അങ്ങനെ പോകാം. നാഡീവ്യൂഹത്തിലാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെയാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ നമ്മൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു പ്രമേഹ രോഗിയുടെ ലൈഫ് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക. ഒരുപാട് എന്നോട് പല കസ്റ്റമർമാരുണ്ട്, ഒരുപാട് സൈക്ലിംഗ്, ഒരുപാട് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫുഡ് വളരെ ലിമിറ്റഡ് ആണ്, പക്ഷേ എനിക്കുള്ള കോംപ്ലിക്കേഷൻസ് കുറയുന്നില്ല. എന്തുകൊണ്ടാണത്? അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് എപ്പോഴും നമ്മൾ നല്ല നോർമലായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഫ്രീക്വൻ്റ്ലി ടെസ്റ്റ് ചെയ്യണം, റാൻഡം ചെക്കിങ് നടത്തണം, HbA1c കൗണ്ട് ചെക്ക് ചെയ്യണം. ഇതെല്ലാം നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പ്രമേഹ രോഗികൾ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് 120 ദിവസം ഐ കോഫി യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഐ കോഫി 120 ദിവസം യൂസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആയുർവേദ വിധിപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ക്ലിനിക്കൽ